ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ കെ. സുരേന്ദ്രൻ ഇന്ന് പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സ്മൃതി ഇറാനി വരുന്നു, വലിയ റോഡ് ഷോ, പത്രികാ സമർപ്പണം. എങ്ങനെയാണ് കാര്യങ്ങൾ? നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കാരണം വയനാടിന് ഒരു സ്ഥിരം MP വേണമെന്നുള്ള വോട്ടർമാരുടെ വലിയ അഭിലാഷം എവിടെ ചെന്നാലും ജനങ്ങൾ പറയുന്നതും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഇന്നലെ നമ്മൾ സിറ്റിംഗ് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും കണ്ടു. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ലീഗിന്റെ കൊടിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാരണം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ മറ്റ് വോട്ടർമാരോട് ഞാൻ മുസ്ലിം ലീഗിനോടൊപ്പമാണ് മത്സരിക്കുന്നത്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ് മത്സരിക്കുന്നത്, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമാണ് മത്സരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ മടിയുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. രാഷ്ട്രീയ പരാജയമാണ് UDFന്റെ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയേക്കാൾ കൂടുതൽ അംഗസംഖ്യയുള്ള ജനപിന്തുണയുള്ള മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന് ഇന്ത്യ ആകെയുള്ള വോട്ടർമാരെ അത് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ പാപ്പരത്തമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി മറ്റ് മുസ്ലിം മത മൗലികവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് UDF ഇവിടെ കേരളത്തിൽ പോകുന്നത്. UDFന് ഇപ്പോൾ പുതിയ കൂട്ടാളികളും വന്നിരിക്കുകയാണ്. PFI പോലുള്ള മതഭീകരവാദ സംഘടനകളും വന്നിരിക്കുകയാണ്. ഇതൊക്കെ വയനാട്ടിലെ വോട്ടർമാർ ശരിയായി വിലയിരുത്തും, കേരളത്തിലെ വോട്ടർമാർ ശരിയായി വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വോട്ടിനു വേണ്ടി ഏത് രാജ്യദ്രോഹ ശക്തികളുമായിട്ടും കൂട്ടുചേരുക, ഇന്ത്യ വിഭജനത്തിന് തന്നെ കാരണക്കാരായിട്ടുള്ള പാർട്ടികളുമായിട്ട് യോജിക്കുക, വീണ്ടും ഇന്ത്യയെ വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന PFI പോലുള്ള മതഭീകരവാദ സംഘടനകളുടെ പിന്തുണ തേടുക, ഇതെല്ലാം കോൺഗ്രസിന്റെ വലിയ ആശയപാപ്പരത്വമാണ്. കോൺഗ്രസ് പാർട്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പുതിയ തലമുറയാണ് ഈ തരത്തിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി കൈകോർക്കുന്നത്. പേര് ഇന്ത്യ മുന്നണി എന്നാണ്, പക്ഷേ ഇതൊരു ഇന്ത്യ വിരുദ്ധ മുന്നണിയാണ്. സ്മൃതി ഇറാനി ഇന്ന് വരുന്നു, റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു, ശേഷം മാധ്യമങ്ങളെ കാണുന്നതാണ് അറിയുന്നത്. എന്താണ് ഇതിന്റെ ഒരു മെസ്സേജ് ഉദ്ദേശിക്കുന്നത്? അല്ല, സ്മൃതി ഇറാനിയാണല്ലോ അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ പരാജയം, ആ പരാജയത്തിന്റെ ലോകത്തിനു മുമ്പിൽ കാഴ്ചവെച്ച് കൊടുത്തത്. 5 പതിറ്റാണ്ടിലേറെ നെഹ്റു കുടുംബം കൈവശം വെച്ച ഒരു മണ്ഡലത്തിൽ കറണ്ടില്ല, വെള്ളമില്ല, ആളുകൾക്ക് വീടില്ല, റോഡുകളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, എല്ലാം കൊണ്ടും അമേഠിയെ തകർത്ത് കളഞ്ഞു രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ നെഹ്റു കുടുംബവും. പക്ഷേ സ്മൃതി ഇറാനിജി അവിടെ പ്രവർത്തിച്ചു, അവിടെ MP ആയി. ഇപ്പോൾ അമേഠി വലിയ വികസനമുള്ള ഒരു മണ്ണായി. ആ സന്ദേശം വയനാട്ടുകാർക്കും കൃത്യമായിട്ട് ബോധ്യമാണല്ലോ. കാരണം വയനാടും അതുപോലുള്ള ഒരു മണ്ഡലമാണ്. പഴയ അമേഠി പോലെയാണ് വയനാടും. റോഡില്ല, വികസനമില്ല, പാവപ്പെട്ടവർക്ക് സൗകര്യങ്ങളൊന്നുമില്ല, വികസനം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു ഇതുവരെ മുന്നണികൾ. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. വികസനം ഞങ്ങൾക്കും വേണം എന്നുള്ള ബോധ്യം വോട്ടർമാർക്കിടയിൽ അത് UDFനും LDFനും മുന്നിൽ വളരെ ശക്തമായി നിഴലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് സന്ദേശം. മറ്റൊരു കാര്യം കൂടി, ഈ SDP വോട്ട് വേണ്ട എന്നൊരു നിലപാട് പ്രഖ്യാപിക്കും കോൺഗ്രസ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ എങ്ങനെയാണ് അതിനുള്ള ആർജവമൊന്നും കേരളത്തിലെ കോൺഗ്രസുകാർക്കില്ല, രാഹുൽ ഗാന്ധിക്കില്ല. കാരണം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ കളിത്തോഴനാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യക്കെതിരായി സംസാരിക്കുക, ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടസ്സപ്പെടുത്തുക, എല്ലാ നന്മകളെയും എതിർക്കുക എന്നുള്ള ഒരു നിഷേധാത്മകമായ രാഷ്ട്രീയമാണ്, ഒരു നകാരാത്മകമായ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇവിടെ പ്രവർത്തിക്കുന്നത്. ദേശീയ തലത്തിലും ഈ ഒരു SDP-യുടെ പിന്തുണ വലിയ ദേശീയ തലത്തിൽ തന്നെ ഞങ്ങൾ പാർട്ടി ഇത് ഇന്നലെ പ്രതികരിച്ചു. മെനിഞ്ഞാന്ന് ഈ വിഷയം ഞാൻ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ദേശീയ പാർട്ടി ഈ കാര്യം വളരെ, കാരണം SDP, PFI പോലുള്ള ശക്തികളുമായിട്ട് സന്ധി ചെയ്യുന്നു എന്ന് പറയുന്നത് രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണല്ലോ. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ദേശീയ തലത്തിൽ SDP-യുടെ പിന്തുണ അടക്കമുള്ള വിഷയങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കാനാണ് അല്ലെങ്കിൽ പ്രചരണായുധമാക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. എന്നാൽ അല്പസമയത്തിനകം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി പുറപ്പെടുകയാണ്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.